പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 41 അധ്യായം 18 വാക്യം: ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരയുടെ നടുവിൽ ഉറവകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ ഉറവകളും ആക്കും. ഹല്ലേലൂയ. ഈ രാവിലെ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൈവീക വാഗ്ദത്തമത്രേ ഈ ഒരു വാക്യം. പലപ്പോഴും ജീവിതത്തിൻ്റെ ഉണങ്ങിയ അവസ്ഥകളിൽ, ജീവിതത്തിൻ്റെ ഹല്ലേലൂയ ഫലമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവസ്ഥകളെ മാറ്റുവാൻ ഹല്ലേലൂയ ദൈവം വിശ്വസ്തനത്രേ. എത്ര വരണ്ട നിലമാണെങ്കിലും, എത്ര ഉണങ്ങിയ അവസ്ഥയാണെങ്കിലും ഹല്ലേലൂയ അവിടെ നീരുറവകളെ തുറക്കാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ, സസ്യങ്ങളെ മുളപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. പ്രിയരെ, ഈ പകൽക്കാലം നിങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണോ? പാഴ്മലയുടെ അവസ്ഥയാണോ? താഴ്വരയുടെ അവസ്ഥയാണോ? ഹല്ലേലൂയ ഇതാ മരുഭൂമിയുടെ അവസ്ഥയാണോ? വരണ്ട നിലത്തിൻ്റെ അവസ്ഥയാണോ? ഭയപ്പെടേണ്ട, നിങ്ങളോട് കൂടെയുള്ള ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. ഈ ഒരു പ്രവചന ശബ്ദം പുറപ്പെടുമ്പോൾ തന്നെ യെശയ്യാവിലൂടെ കർത്താവ് പറയുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നതത്രേ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. സങ്കീർത്തനക്കാരനായ ദാവീദും അതുതന്നെയാണ് പറയുന്നത്. മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയരെ, നിങ്ങൾ ഏത് അവസ്ഥയിലാണോ കടന്നു പോകുന്നത്, നിങ്ങളുടെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ പറ്റിയ, ശക്തീകരിക്കാൻ പറ്റിയ, ബലപ്പെടുത്താൻ പറ്റിയ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കും എന്നരുളി ചെയ്ത ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുള്ളപ്പോൾ ഹല്ലേലൂയ നീ ഒരു നാളും ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. ഇന്ന് രാവിലെയും നമ്മുടെ വലതുകരത്തെ പിടിച്ച് നമ്മോട് കൂടെ ചലിക്കുന്ന ദൈവമുള്ളപ്പോൾ ഏത് മരുഭൂമിയും, ഏത് നിർജ്ജന പ്രദേശവും കർത്താവിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും. തിരുവചനം പറയുന്ന പ്രകാരം വരണ്ട നിലത്ത് അവൻ നീരൊഴുക്കിനെ ഉണ്ടാക്കും. പാഴ്നിലത്തിൽ അവൻ ഹല്ലേലൂയ അവൻ അനുഗ്രഹമായ നദികളെ ദൈവം കൊണ്ടുവരും. വേദപുസ്തകത്തിൽ തുടർന്ന് വായിക്കുന്നു, ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ മരുഭൂമിയിൽ ദേവദാരു, കതിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഹല്ലേലൂയ ദൈവം അവിടെ നട്ട് അതിനെ വെച്ച് പിടിപ്പിക്കും. ഹല്ലേലൂയ ഇതെല്ലാം കാണുമ്പോൾ ലോകം വിളിച്ചു പറയും, ഇതിൻ്റെ പുറകിൽ കർത്താവിൻ്റെ കരമുണ്ട്. പ്രിയരെ, ഇന്ന് രാവിലെ നീ ഒരു പ്രവൃത്തി മരുഭൂമിയിലാണോ ചെയ്യുന്നത്? വരണ്ട നിലത്താണോ നീ വേല ചെയ്യുന്നത്? അവിടെ നിനക്ക് ഫലം തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. നിൻ്റെ കരമല്ല അവിടെ ചലിക്കുന്നത്, കർത്താവിൻ്റെ കരമാ ചലിക്കുന്നത്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലോക അന്ത്യത്തോളം ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പ്രോമിസാ ഈ ഒരു വാക്യത്തിൻ്റെ പുറകിൽ. ഈ ഒരു വാക്യം നാം വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പുറകിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യമാണ്. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരയുടെ നടുവിൽ ഉറവകളെയും തുറക്കും. മരുഭൂമിയിൽ ഞാൻ നീർ പൊയ്കയും വരണ്ട നിലത്ത് നീരുറവകളെയും ഞാൻ ആക്കും. കർത്താവ് അങ്ങനെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ നാം എന്തിനാ ഭയപ്പെടേണ്ടത്? അവൻ നമ്മോട് കൂടെയുണ്ട്. ദൈവം ഈ ഒരു അധ്യായത്തിൽ ഈ ഒരു വാക്യങ്ങളിൽ തരുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രോമിസ്, കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ സഹായം നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പുഴുവായ യാക്കോബിനെ മെതുവണ്ടിയാക്കി മാറ്റുന്ന സഹായം, അത് സാധാരണഗതിയിൽ ഒരു എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കുന്ന സഹായമല്ല. നിൻ്റെ അവസ്ഥയെ തന്നെ, നിന്നെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സഹായമത്രേ. കർത്താവ് സഹായിക്കുമ്പോൾ പുഴുവായ യാക്കോബിനെ മെതിവണ്ടിയാക്കി തീർക്കും. അവിടെ പ്രവാചകൻ പറയുന്നത്, ഒരു പുഴു ഒരു മലയുടെ മുമ്പിൽ വന്ന് നിന്നാൽ ആ പുഴുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ മലയെ നോക്കി നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് എത്ര തുരന്നാലും, എത്ര മലയെ തിന്നാൻ ശ്രമിച്ചാലും അതിനൊരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നു, പുഴുവായ യാക്കോബിനെ കർത്താവ് സഹായിച്ചപ്പോൾ അതിനെ മെതിവണ്ടിയാക്കി മാറ്റി. ഇനി പുഴുവെന്നല്ല പറയുന്നത്, ഇത് മെതിവണ്ടിയ. വലിയ പർവ്വതങ്ങളെ ഇടിച്ച് പൊടിക്കുന്ന,
തവിടുപൊടിയാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അതാ നിന്നിലൂടെ വ്യാപരിക്കുന്നത്. പ്രിയനെ, ഇന്ന് പകൽക്കാലം 2 കരമൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങുമോ? കർത്താവേ, എൻ്റെ കഴിവിൻ്റെ അപ്പുറത്ത്, എൻ്റെ യോഗ്യതയ്ക്കപ്പുറത്ത്, എൻ്റെ ബുദ്ധിക്കപ്പുറത്ത് എന്നെ ഹല്ലേലൂയ ആൾ മാറിയവനെ പോലെ ആക്കിയത് അങ്ങയുടെ കരമാ, അങ്ങനെ സഹായിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒറ്റ കല്ലുകൊണ്ട്, കമിണെ വെച്ച ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ ഹല്ലേലൂയ അഭിഷിക്തനായ ദാവീദ് തകർത്തത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഒരു വലിയ കോട്ടയ്ക്ക് ചുറ്റും അഭിഷിക്തന്മാർ പെട്ടകവും ചുമന്നുകൊണ്ട് നടന്ന് ഒന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ ഹല്ലേലൂയ എരികോയുടെ കോട്ട ഇല്ലാതെയായിപ്പോയത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ കരകവിഞ്ഞൊഴുകിയ ഒരു നദിയുടെ മുകളിൽ കാല് വെച്ചപ്പോൾ അത് പിരിഞ്ഞ് 2ആയി മാറിയത്. ഇത് അത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല. ഇതിൻ്റെ പുറകിൽ സഹായിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു കരമുണ്ട്. ഇതാ മൂന്നാമതായി ഹല്ലേലൂയ പ്രവാചകനായ യെശയ്യാ വിളിച്ചു പറയുന്നു, അവൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാ. കർത്താവ് നിൻ്റെ വീണ്ടെടുപ്പുകാരനാ. നിൻ്റെ വീണ്ടെടുപ്പുകാരൻ, അതിൻ്റെ അർത്ഥം നിൻ്റെ ഏത് അവസ്ഥയിലും നിന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ, നിന്നെ പണിയാൻ ശക്തിയുള്ള ദൈവമാ. നിനക്ക് വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കുന്നവനാ നിൻ്റെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കും ഈ ഒരു പ്രോമിസ് വിളിച്ചു പറയാം. വരണ്ട നിലത്ത് അവൻ നീരൊഴുക്ക് കൊണ്ടുവരട്ടെ. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് അതുതന്നെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഉണങ്ങിയതാണോ? നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ മരുഭൂമി പോലെ ഹല്ലേലൂയ വളരെ വരണ്ട നിലമാണോ? അവിടെ നീരൊഴുക്ക് കൊണ്ടുവരും. നിങ്ങൾ താഴ്വരയിൽ കുഴികളെ കുഴിപ്പീൻ, കാറ്റോ മഴയോ കാണത്തില്ല, ഞാൻ വെള്ളം കൊണ്ട് നിറയ്ക്കും എന്ന് അരുളി ചെയ്ത അതേ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാ, നമ്മോട് കൂടെയുള്ളവനാ, നമ്മെ സഹായിക്കുന്നവനാ, നമ്മെ ശക്തീകരിക്കുന്നവനാ. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.